നമസ്കാരം. സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത ധാരാളം നടന്മാർ കലാരംഗത്തുണ്ട്. അങ്ങനെയുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാർലി തന്റെ 5-ാമത്തെ വയസ്സിൽ സ്റ്റേജിലെത്തിയ സംഭവം വിവരിക്കുന്ന ഗീത് ചതുർവേദി എഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള സബ്സെ ബെഡാ ഷോമാൻ. പാഠഭാഗത്തിന്റെ സാരാംശം നോക്കാം. ചാർലി ചാപ്ലിന്റെ ജീവചരിത്രത്തിലെ ഒരു ഭാഗമാണിത്. ഒരു ദിവസം തിയേറ്ററിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ചാർലിയുടെ അമ്മയുടെ ശബ്ദം തകരാറിലായി. ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങുകയും ചാർലിയുടെ അമ്മ സ്റ്റേജിൽ നിന്ന് മാറുകയും ചെയ്തു. പിന്നീട് അവരുടെ മാനേജർ 5 വയസ്സുള്ള ചാർലിയെ സ്റ്റേജിൽ കയറ്റാൻ നിർബന്ധിതനായി. ചാർലി അവിടെ നിന്ന് പാട്ടുപാടി, കാണികളോട് സംസാരിച്ചു, ഡാൻസ് ചെയ്തു. തന്റെ അമ്മ ഉൾപ്പെടെയുള്ള പല ഗായകരെയും അനുകരിച്ചു. ആളുകൾ അവനെ പൈസ നൽകിയും കൈയടിച്ചും സ്വീകരിച്ചു. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നയാളായ ചാർലി ചാപ്ലിന്റെ ആദ്യത്തെ ഷോ ആയിരുന്നു അത്. ചാർലി ചാപ്ലിന്റെ ഈ ജീവചരിത്രം എഴുതിയ ഗീത് ചതുർവേദിയെ പരിചയപ്പെടാം. गीत चतुर्वेदी का जन्म 27 नवंबर 1977 को मुंबई में हुआ था. गीत चतुर्वेदी 1977 നവംബർ 27 മുംബൈയിൽ ജനിച്ചു. ആപ് കവി ഹേ ജീവനീകാർ ഭി. അദ്ദേഹം കവിയും ജീവചരിത്രകാരനുമാണ്. അബ് ആപ് ദൈനിക് ഭാസ്കർ നോയിഡ കെ സമ്പാദ്കീയ വിഭാഗ് മേം കാര്യത്തെ ഹൈ. അദ്ദേഹം ഇപ്പോൾ നോയിഡയിലെ ദൈനിക് ഭാസ്കറിന്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. ഇനി ചാർലി ചാപ്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ചാർലി ചാപ്ലിൻ. സർ चार्ल्स स्पेंसर चैपलिन का जन्म 16 अप्रैल 1889 को हुआ. सर चार्ल्स स्पेंसർ ചാപ്ലിൻ 1889 ഏപ്രിൽ 16 ജനിച്ചത്. ചാപ്ലിൻ വിശ്വ കെ ബഡേ കലാകാരോം മേം ഏക് ഹേ. ലോകത്തിന്റെ വലിയ കലാകാരന്മാരിൽ ഒരാളാണ് ചാപ്ലിൻ. വേ ഹാസ്യ അഭിനേത, ഫിലിം നിദേശക്, സംഗീതജ്ഞ, फिल्म निर्माता आदि के रूप में मशहूर थे. ഹാസ്യ നടൻ, സിനിമാ സംവിധായകൻ, സംഗീതജ്ഞൻ, സിനിമാ നിർമ്മാതാവ് തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അമേരിക്കി സിനിമ के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. അമേരിക്കൻ സിനിമയിലെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തിന്റെ പങ്കുണ്ടായിരുന്നു. ഏക് ശിശു കൽഗാർ സെ ലേക്കർ 88 വർഷ की आयु तक वे इस क्षेत्र में सक्रिय थे. ഒരു ബാലകലാകാരനിൽ തുടങ്ങി 88ാമത്തെ വയസ്സുവരെ അദ്ദേഹം ഈ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. 1977 ഡിസംബർ 25 ഈ മഹാനായ കലാകാരൻ വിടവാങ്ങി. ഉൻകി മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ് आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ ലോകം മുഴുവനുമുള്ള ആളുകൾ പഠനത്തിനും വിനോദത്തിനുമായി കാണുന്നുണ്ട്. ചാർലി ചാപ്ലിന്റെ ഏറ്റവും പ്രശസ്തമായ 10 സിനിമകളാണ് സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദി കിഡ്, ദ സർക്കസ്, ദി ഗോൾഡ് റഷ്, എ കിങ് ഇൻ ന്യൂയോർക്ക്, എ വുമൺ ഓഫ് പാരീസ്, എ ഡ്രാമ ഓഫ് ഫെയ്റ്റ്, ടില്ലീസ് പങ്ക്ചേർഡ് റൊമാൻസ് ആൻഡ് ലൈംലൈറ്റ്. പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ചാപ്ലിന്റെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. മുझे बारिश में चलना पसंद है. എനിക്ക് മഴയിൽ നടക്കാൻ ഇഷ്ടമാണ്. മേരെ ആംസു ജോ നഹീം ദേഖ് പാത്താ ഹേ കോയി.
എന്റെ കണ്ണുനീർ ആർക്കും കാണാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മറ്റു ചില ഉദ്ധരണികൾ നോക്കാം. ചാർലി ചാപ്ലിൻ കി പ്രസിദ്ധ ഉക്തിയാം. ചാർലി ചാപ്ലിന്റെ പ്രശസ്തമായ ഉദ്ധരണികൾ. शीशा मेरा सबसे अच्छा मित्र है क्योंकि जब मैं रोता हूँ तो वह कभी नहीं हंसता. കണ്ണാടിയാണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ കരയുമ്പോൾ അതൊരിക്കലും ചിരിക്കാറില്ല. मेरा दर्द किसी के हंसने का कारण हो सकता है पर मेरी हंसी कभी भी किसी के दर्द कारण नहीं होनी चाहिए. എന്റെ വേദന ആരുടെയെങ്കിലും ചിരിക്ക് കാരണമാകാം, എന്നാൽ എന്റെ ചിരി ഒരിക്കലും ആരുടെയെങ്കിലും വേദനയ്ക്ക് കാരണമാകരുത്. दुष्ट दुनिया में कुछ भी स्याही नहीं है हमारी मुसीबतें भी नहीं. ക്രൂരമായ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല, നമ്മുടെ ബുദ്ധിമുട്ടുകളും. बिना कुछ करे कल्पना का कोई मतलब नहीं है. വ്യർത്ഥമായിരുന്ന് സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല. ആപ് കിസ്കാ അർത്ഥ് ജാൻനാ ചാഹത്തെ ഹൈ ജിന്ദഗി ഇച്ഛാ ഹെ അർത്ഥ് നഹി. താങ്കൾ എന്തിന്റെ അർത്ഥം അറിയാനാണ് ആഗ്രഹിക്കുന്നത്? ജീവിതം ആഗ്രഹമാണ്, അർത്ഥമല്ല. പാഠഭാഗത്തിന്റെ മലയാള പരിഭാഷയിലേക്ക് കടക്കാം. സബ്സെ ബഡാ ഷോമാൻ ഗീത് ചതുർവേദി. गाते गाते अचानक माम की आवाज फटकर फुसफुसाहट में तब्दील हो गई. പാടി പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം പതറി നേർത്ത് പുലമ്പലായി മാറി. ആവാസ് ഫട്ന ശബ്ദമിടറുക. ഫുസ്ഫുസാഹട്ട് നേർത്ത ശബ്ദത്തിൽ പറയുക. തബ്ദിൽ ഹോന മാറുക. ലോഗോം കോ ലഗാ കി മൈക് മേം കുച്ച് ഖരാബി ആ ഗയി ഹെ. ആളുകൾക്ക് തോന്നിയത് മൈക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതാണെന്നായിരുന്നു. ഖരാബി കുഴപ്പം. പർ ഫുസ്ഫുസാഹട്ട് ജാരി ധി. പക്ഷേ പുലമ്പൽ ശബ്ദം തുടർന്നിരുന്നു. ലോഗ് ചില്ലാനെ ലഗെ. ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. ചില്ലാന ബഹളം വെക്കുക. കഹീം സെ കുച്ച് ലോഗ് മ്യാവൂ മ്യാവൂ കി ആവാസ് നികാൽനെ ലഗെ. എവിടെ നിന്നോ കുറച്ചാളുകൾ മ്യാവൂ മ്യാവൂ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഈസ് അഭദ്ര ഷേർനെ. ഈ അശുഭകരമായ ശബ്ദം മാംകോ സ്റ്റേജ് സെ ഹഡ്നെ കോ. അമ്മയെ സ്റ്റേജിൽ നിന്നു മാറാൻ മജ്ബൂർ കർദിയ. നിർബന്ധിതയാക്കി. ചാർലി കോ വഹ് അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി ധി. ചാർലിയെ അമ്മ മിക്കവാറും തന്റെ കൂടെ തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. അക്സർ മിക്കവാറും. ഉസ് ദിൻ ഭി പർദേ കെ പീച്ചെ ഖഡ. ആ ദിവസവും കർട്ടന് പിറകിൽ നിന്ന് വഹ് ആവാസ് കെ തമാശെ കോ ദേഖ് രഹാ ഥ. അവൻ ഈ ശബ്ദത്തിന്റെ തമാശകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാം ഓർ മാനേജർ മേം ബഹസ് ഹോത്തെ ദേഖ് വഹ് വഹാം ഗയ. അമ്മയും മാനേജരും തമ്മിലുള്ള വാദപ്രതിവാദം കണ്ട് അവൻ അങ്ങോട്ട് പോയി. മാനേജർ ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था. ചാർലി തന്റെ അമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത് അഭിനയിക്കുന്നത് മാനേജർ കണ്ടിരുന്നു. ഓർ വഹ് ഉസേ സ്റ്റേജ് पर भेजने की जिद करने लगा. അയാൾ അവനെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാൻ ശാഠ്യം പിടിച്ചു തുടങ്ങി. ഭേജന അയക്കുക. മാം ഡർ ഗയി. അമ്മ പേടിച്ചുപോയി. 5 साल का बच्चा इस उग्र फीड को झेल पाएगा. 5 വയസ്സുള്ള കുട്ടി ഈ വലിയ ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഭീഡ് ആൾക്കൂട്ടം. ഛേൽന അഭിമുഖീകരിക്കുക. ബഹുത്ത് മുബാഹിസ കെ ബാദ്. വളരെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വഹ് അന്ത് ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ. അവസാനം അയാൾ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. മുബാഹിസ് വാദപ്രതിവാദം. और बचाव के कुछ शब्द कह
ഉസേ അകേല ചോട് ആയ. രക്ഷപ്പെടാനായി എന്തൊക്കെയോ പറഞ്ഞ് അവനെ ഒറ്റയ്ക്കാക്കി പോന്നു. ബച്ചാവ് രക്ഷ, അകേല ഒറ്റയ്ക്ക്. ധുയേം കെ ഉട്ടേ ഹുയെ ചലോം കെ ബീച്ച്, പുകച്ചുരുളുകൾ കൊണ്ട് പറക്കുന്ന ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ നടുക്ക്. ചാർലിനെ മഷ്ഹൂർ ഗീത് ജഗ് ജാൻസ് ഗാന ശുരു കിയ. ചാർലി പ്രസിദ്ധമായ ജാക്ക് ജോൺസ് ഗാനം ആലപിക്കാൻ തുടങ്ങി. ചല്ല ഗോളാകൃതിയിലുള്ള, മഷ്ഹൂർ പ്രസിദ്ധനായ. കുച്ച് ദേർ തക്ക് ആർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മേം ഉസ് ഗാനെ കി ധൂൻ തലാശ്തേ രഹേ. കുറച്ചു നേരത്തോളം ഓർക്കസ്ട്രക്കാർ അവന്റെ ശബ്ദത്തിൽ ആ ഗാനത്തിന്റെ ട്യൂൺ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ധുൻ സ്വരത്തിന്റെ ഉയർച്ചയും താഴ്ചയും. തലാശ്ന തെരയുക. ഓർ വഹ് ജൈസേ ഹി മിലി ഗാന സജനെ ലഗ. അത് കിട്ടിയപ്പോൾ പാട്ട് ആകർഷകമായി മാറി. ഗാന അഭി ആധാ ഹി ഹുവാ ഥാ കി സ്റ്റേജ് പർ പൈസോം കി ബൗച്ചാർ ശുരു ഹോ ഗയി. പാട്ട് പകുതിയായപ്പോഴേക്കും സ്റ്റേജിൽ നിറയെ പൈസ വർഷിച്ചു തുടങ്ങി. ബൗച്ചാർ വർഷിക്കുക, അതായത് അവിടെ ധാരാളം പൈസ വന്നു തുടങ്ങി. ചാർലിനെ ഗാന രോക് ദിയ. ചാർലി പാട്ട് നിർത്തിയിട്ട് ഓർ ഘോഷൻ കി പഹലെ മൈം എ പൈസേ ബെഠോരോങ്ക അനൗൺസ് ചെയ്തു. ആദ്യം ഞാൻ ഈ പൈസ ശേഖരിക്കട്ടെ. ഓർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക. അതിനുശേഷം പാടാം. ബഡോർന ശേഖരിക്കുക. ഇസ് ബാത്തിനെ ഹാൽ കോ ഹാസികർ മേം തബ്ദിൽ കർ ദിയ. ഈ കാര്യം ഹാളിനെ ചിരിയുടെ ഹാളാക്കി മാറ്റി. തബ് തക്ക് മാനേജർ ഏക്ക് റുമാൽ ലേക്കർ ആയ. അപ്പോഴേക്കും മാനേജർ ഒരു ടവലുമായി വന്ന് ഓർ പൈസേ ബെഡോർനെ ലഗ. പൈസ ശേഖരിക്കാൻ തുടങ്ങി. രുമാൽ ടവൽ, ബെഡോർന ശേഖരിക്കുക. ചാർലി കോ ലഗാ കി മാനേജർ ഖുദ് പൈസേ രഖ് ലേന ചാഹ്താ ഹേ. മാനേജർ പൈസ സ്വന്തമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചാർലിക്ക് തോന്നി. ഉസ്നെ യഹ് ബാത്ത് ശികായതി ലഹ്ജെ മേം ദർശകോം സേ കഹ് ദി. അവൻ ഈ കാര്യം പരാതിയുടെ രൂപത്തിൽ കാണികളോട് പറഞ്ഞു. ഹാസി തബ് ഓർ ബദ് ഗയി ജബ് രുമാൽ കി പോട്ടലി മേം പൈസേ ബാന്ധ് ബാക്ക് സ്റ്റേജ് की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. തൂവാലയിൽ പൈസ പൊതിഞ്ഞ് സ്റ്റേജിന്റെ പിന്നിലേക്ക് പോകുന്ന മാനേജറുടെ പിറകെ ചാർലി സങ്കടത്തോടെ പോകുന്നത് കണ്ട് ചിരി പിന്നെയും കൂടി. ശികായത്ത് പരാതി, ലഹ്ജ സംസാര രീതി, ദർശക് കാണികൾ, വ്യാകുലത ദുഃഖം. ജബ് തക്ക് മാനേജർ ने वह पोटली माम के हवाले नहीम की वह नहीം ലൗട്ട. മാനേജർ ആ പൊതിക്കെട്ട് അമ്മയെ ഏൽപ്പിക്കുന്നതുവരെ അവൻ തിരിച്ചു വന്നില്ല. പോട്ടലി പൊതി, ഹവാലെ കർണ ഏൽപ്പിച്ചു കൊടുക്കുക. ചാർലി ने जनता में गुदगुदी फैला दी थी. ചാർലി ജനങ്ങളിൽ ആഹ്ലാദം വ്യാപിപ്പിച്ചിരുന്നു. ഗുദ്ഗുദി ആഹ്ലാദം. उसके बाद उसने दर्शकों से बातचीत की, नृत्य किया. അതിനുശേഷം അവൻ കാണികളോട് സംസാരിച്ചു, ഡാൻസ് ചെയ്തു. അവർ अपनी മാം സഹിത് കई गायकों की നകൽ ഉതാരി. തന്റെ അമ്മ ഉൾപ്പെടെയുള്ള നിരവധി ഗായകരെ അനുകരിച്ചു. നകൽ ഉതാർന അനുകരിക്കുക. മാസൂമിയത് മേം उसने थोड़ी देर पहले फड़ी माम की आवाज और उसके फुसफुसाने की भी नकल उतार दी. കുറച്ചു നേരം മുമ്പ് തകർന്നുപോയ തന്റെ അമ്മയുടെ ശബ്ദവും അത് നേർത്തു വന്നപ്പോഴുള്ള ശബ്ദവും നിഷ്കളങ്കതയോടെ അനുകരിച്ചു. മാസൂമിയത് നിഷ്കളങ്കത. ലോഗോം മേം ടഹാക്കോം കി ഹിസ്സേദാരി ഹുയി. ആളുകൾ പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി. ഡഹാക്ക പൊട്ടിച്ചിരി, ഹിസ്സേദാരി പങ്കാളിത്തം. और स्टेज पर जमकर पैसे बरसे.
സ്റ്റേജിലേക്ക് ഒരുമിച്ച് വന്നവർ പൈസ വർഷിച്ചു. ജംന ഒന്നിച്ചു കൂടുക. अंत में माम जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. അമ്മ അവനെ വിളിക്കാൻ വന്നപ്പോൾ കാണികൾ വളരെ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. താലിയാം ബജാന കൈയടിക്കുക. कई लोगों ने माम से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. ധാരാളം ആളുകൾ അമ്മയുടെ കൈപിടിച്ച് അവരുടെ കൊച്ചുകുട്ടിയെ പുകഴ്ത്തി. താരിഫ് കർണ പുകഴ്ത്തുക. ചാർലി സ്റ്റേജ് पर पहली बार आया और माम आखिरी बार. ചാർലി സ്റ്റേജിൽ ആദ്യമായി വന്നു, അമ്മ അവസാനമായും. ആഖിരി അവസാനത്തെ. दुनिया के सबसे बड़े शोमान का यह पहला शो था. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യ ഷോ ആയിരുന്നു. ഉസ്നെ ജന്മ ലേ ലിയാ ഥാ. അവൻ ജന്മമെടുത്തിരുന്നു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ. നന്ദി.